ചെടികളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഒരു പുതിയൊരു കണ്ടന്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഈ കാണുന്ന കലേഡിയമാണ്. കലേഡിയം എങ്ങനെ വളർത്താം, എങ്ങനെ കൂടുതൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് കൊണ്ടുവരാം എന്നുള്ളത് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കുന്നു. ടിഷ്യൂ കൾച്ചർ വഴി നമ്മുടെ നഴ്സറികളിലും മറ്റും ഈ പ്ലാന്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലൈമറ്റിൽ ടിഷ്യൂ കൾച്ചർ തൈകൾ അധികം വേണ്ട രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല. ഇതിനെ കിഴങ്ങ് വഴിയാണ് നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. കിഴങ്ങ് വഴി നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഉണ്ടാക്കേണ്ടത് എന്ന് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കുന്നു. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും റോഡ് സൈഡുകളിലും മറ്റും കണ്ടുവരുന്ന ഒരു പുള്ളി ഇലകളോടുകൂടിയ ഈ ചേമ്പ് ഇനത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമ്മുടെ തായ്ലൻഡ് കലേഡിയങ്ങൾ. തായ്ലൻഡ് കലേഡിയങ്ങളുടെ 60-ൽ പരം ഇനങ്ങൾ ഞാൻ ഇതിനോടകം കളക്ട് ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ഞാനിവിടെ ഈ വീഡിയോയുടെ ഷൂട്ടിന് വേണ്ടിയിട്ടും നമുക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഇനങ്ങളെല്ലാം ഞാൻ ചട്ടിക്കകത്ത് നിന്നും പിരിച്ചെടുത്തു. ഇനി ഇതിൻ്റെ നമ്മൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ആ രീതി ഞാൻ നിങ്ങളിലേക്ക് ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഇതിനകത്ത് പല വെറൈറ്റികളും ചെറിയ ചെടികളാണ്, ചിലതെല്ലാം ചെറിയ ചെടികളാണ്. അതുപോലെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഇതുപോലെ അങ്ങനെയുണ്ട്. ഇതിനകത്ത് ചില ചെടികളൊന്നും നമുക്കധികം കാണാനുള്ള വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇതിൻ്റെ ഒരു ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നോർമലായി കാണുന്ന കുറച്ച് വെറൈറ്റികളുണ്ട്. അത്തരം വെറൈറ്റികൾക്ക് കൂടുതലായിട്ട് കിഴങ്ങുകൾ ഉണ്ടാവും. എന്നാൽ ചില ഹൈബ്രിഡ് വെറൈറ്റികൾക്കൊന്നും ഒട്ടും കിഴങ്ങ് ഉണ്ടാവത്തില്ല, വളരെ കുറഞ്ഞ കിഴങ്ങ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു കിഴങ്ങിൽ നിന്ന് അടർന്നു വരുന്ന കിഴങ്ങുകൾ എക്സ്ട്രാ എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ വെറൈറ്റികളൊന്നും നമുക്ക് കൂടുതൽ തൈകളൊന്നും നമുക്ക് കിട്ടത്തില്ല. അത്തരം ചെടികളിൽ നിന്ന് കൂടുതൽ തൈകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഏകദേശം ഇതുപോലെയുള്ള കിഴങ്ങുകൾ ചിലതിനകത്ത് വരും. എന്നാൽ ചില ചെടികളിൽ വളരെ ചെറിയ കിഴങ്ങ് ഉണ്ടാവുകയുള്ളൂ. ഇതിൽ നിന്ന് ഇപ്പോൾ ഇതുപോലെ കാണുന്ന ചെറിയ പീസുകൾ അടർത്തിയെടുത്തിട്ട് നമുക്ക് തൈകളാക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ പീസുകൾ കിട്ടൽ വളരെ കുറവാണ്. ആ സമയത്ത് നമുക്ക് എന്ത് വേണം, ഇതുപോലെ വരുന്ന വലിയ കിഴങ്ങിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം അതിനെ ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആവാൻ വിടുക. ഈ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെല്ലാം ഫുൾ പീസാക്കി കട്ട് ചെയ്ത് ആ കട്ട് ചെയ്ത കിഴങ്ങിനെ അതിന് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി ഫംഗസൈഡിൽ മുക്കി നമുക്ക് അതിന് ഏത് ഫംഗസൈഡാണോ നമുക്ക് വേണ്ടത് അത് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള സാഫ് എന്ന് പറയുന്നൊരു ഫംഗസൈഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കണം. അത് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമുക്ക് നടാൻ പാടുള്ളൂ. അങ്ങനെ ഈ ചെടി നമ്മൾ നടുന്ന ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ തൈകളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇഷ്ടംപോലെ തൈകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി വെറൈറ്റി ഇപ്പോൾ നിലവിൽ എനിക്ക് 60-ലധികം വെറൈറ്റി ഉണ്ട്. ഈ 60 വെറൈറ്റിയിൽ ചില ചെടിയിലൊക്കെ വളരെ ചെറിയ കിഴങ്ങുകളാണുള്ളത്, ചിലതിനകത്ത് കുറച്ച് കൂടുതൽ കിഴങ്ങുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എന്തായാലും മിക്സ് ചെയ്ത് ഇഷ്ടംപോലെ തൈകളാക്കിയെടുക്കാനാണ് പ്ലാന്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മുടെ ഈ കലേഡിയം പ്രൊപ്പഗേഷനും വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒന്ന് ഒരു ഫംഗസൈഡ് വേണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫംഗസൈഡാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നീട് വേണ്ടത് ഒരു പേന കത്തി, ഒരു കത്രിക, ഇച്ചിരി ടിഷ്യൂ പേപ്പർ, അതുപോലെ ഒരു ഗ്ലൗസാണ്. ഈ ഗ്ലൗസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് കലേഡിയമാണ്. കലേഡിയം ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് അത് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഒന്ന് അതിനു വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫംഗസൈഡ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും മാക്സിമം സുരക്ഷ എടുക്കേണ്ടതാണ്. അപ്പോൾ ഫംഗസൈഡ് കൈകളിലാവാതെ ഗ്ലൗസ് ഉപയോഗിക്കുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കൈകളിലുള്ള
തായ്ലൻഡ് വെറൈറ്റി കലേഡിയത്തിൻ്റെ കളക്ഷനുകൾ. ഒത്തിരി വെറൈറ്റി ഉണ്ട് ഇതിനകത്ത്. 60ഓളം വെറൈറ്റികൾ നമ്മൾ ഇതിനോടകം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ പിരിച്ചെടുത്തിട്ട് ഇതുപോലെ തൈകളാക്കാനും വേണ്ടി മാറ്റിയിരിക്കുകയും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയും അതുപോലെ കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മളിതെല്ലാം ചട്ടികളിൽ നിന്നും പറിച്ചെടുത്ത് രണ്ടാമത് തൈകളാക്കിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് കുഞ്ഞൻ വെറൈറ്റികളും അതുപോലെ ഇതൊക്കെ ഉണ്ടോ, ഇതെല്ലാം നല്ല വെറൈറ്റികളാണ്. ഇതിനകത്തൊന്നും അധികം കിഴങ്ങുകൾ ഉണ്ടാകത്തില്ല, വളരെ കുറഞ്ഞ കിഴങ്ങുകളെ ഉണ്ടാകത്തുള്ളൂ. അന്നേരം കൂടുതൽ ആവശ്യങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാനും വേണ്ടി നമ്മൾ ഈ കിഴങ്ങുകളെല്ലാം മുറിച്ചെടുത്തിട്ട് വേണം നമുക്ക് ആക്കിയെടുക്കാൻ. അല്ലാത്ത പക്ഷം നമുക്ക് 1-2 തൈകളായിക്കൊണ്ട് മാത്രം നിൽക്കുകയുള്ളൂ. കൂടുതൽ തൈകളാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇവയെ കട്ട് ചെയ്ത് വീണ്ടും തൈകളാക്കി എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പറഞ്ഞിരുന്ന സാഫ് ആഡ് ചെയ്യുകയാണ്. ഇതിനകത്ത് നമുക്ക് കിഴങ്ങുകളെല്ലാം കട്ട് ചെയ്യുന്നത് എടുത്തു വെക്കാനായിട്ട് സാഫാണ് ഇതിലേക്ക് ഇടുന്നത്. നമ്മളിതൊരു ബോക്സിനകത്തേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും ചേർക്കണം, കൂടുതൽ വെള്ളം വേണ്ട, വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. യെസ്, നമ്മളിനി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ച കലേഡിയം നമ്മുടെ അടുക്കലുണ്ട്. ഈ കലേഡിയം ഇനി കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്കാണ്, ഈ സാഫിനകത്തേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മളിവിടെ ഇതിനായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ച കലേഡിയമാണ്. ഈ കലേഡിയത്തിൻ്റെ കിഴങ്ങുകൾ നമുക്ക് എടുക്കണം. കിഴങ്ങുകൾ എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ എക്സ്ട്രാ കാണുന്ന ഈ റൂട്ടുകളൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഈ ലീഫും നമുക്ക് ആവശ്യമില്ല, ലീഫും കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമ്മൾ നമുക്ക് പേനാക്കത്തി എടുത്തിട്ടുണ്ടല്ലോ, ഈ പേനാക്കത്തി കൊണ്ട് ഇതിൻ്റെ റൂട്ടുകളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കി ഇതിൻ്റെ കിഴങ്ങ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഈ ഒരു കലേഡിയം ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഒരു കിഴങ്ങ് മാത്രമാണ് നമുക്ക് ആവശ്യം. അതിൽ നിന്ന് വരുന്ന ഈ റൂട്ടുകൾ, ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്കിതെല്ലാം ഒഴിവാക്കി ഇതിൽ നിന്നും ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഈ ഒരു കിഴങ്ങ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഇത് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു തൈ മാത്രമാണ് കിട്ടുക. അതേസമയം നമ്മൾ ഈ പറയുന്ന രീതിയിലൂടെ നമുക്ക് തൈയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു പീസിനെ ഒരു 5 പീസായിട്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ 5 പീസായി കട്ട് ചെയ്തെടുത്ത് 5 പീസിനെ വീണ്ടും വെള്ളം തൊടിയിക്കേണ്ട ആവശ്യമില്ല. ഇതിന് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നേരിട്ട് കട്ട് ചെയ്ത് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആവാൻ വിടുക. അതിനാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആക്കി, ഈ ഡ്രൈ ആക്കിയ ഈ കിഴങ്ങിനെയാണ് നമ്മൾ പിന്നീട് സാഫിലേക്ക് മുക്കാൻ പോകുന്നത്. നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച സാഫ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഒരു കുഴമ്പ് രൂപത്തിലാണത് കലക്കി വെച്ചത്. അധികം വെള്ളം വേണ്ട, കുഴമ്പ് രൂപത്തിലാണത് വേണ്ടത്. എന്നിട്ട് ഇത് അതിലേക്ക് മുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനത് കാണിക്കാം. എപ്പോഴും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പുറന്തൊലി എല്ലാ പീസിലും കുറച്ചെങ്കിലും ഉണ്ടാവണം. അതിനായി ശ്രമിക്കുക. ഇപ്പോൾ ഈ ഒരു പീസിനെ ഞാൻ 5 പീസാക്കി മാറ്റിയിട്ടുണ്ട് ഒരു കിഴങ്ങിനെ. ഈ 5 പീസിലും ഈ പുറന്തൊലി കുറേശ്ശെ നിലവിലുണ്ട്, കണ്ടോ? ഇതുപോലെ 5 പീസിലും ഈ പുറന്തൊലി കുറേശ്ശെ വേണം. എന്നിട്ട് ഈ സംഭവത്തിന് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കണം. അതിൻ്റെ പുറത്തുള്ള ആ ഈർപ്പം, വെള്ളത്തിൻ്റെ ഈർപ്പമെല്ലാം നമ്മളൊന്ന് ഒപ്പിക്കളഞ്ഞ്, കട്ട് ചെയ്ത ഭാഗത്തും ഒരു നീരുണ്ടാവും, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിക്കളഞ്ഞ് ഈ സംഭവത്തെ നമുക്ക് ഇതുപോലെ സാഫിലേക്ക്
ഇട്ട് കൊടുക്കാം. നമ്മൾ കലക്കി വെച്ച സാഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 മണിക്കൂറെങ്കിലും ആ സാഫിൽ അതൊന്ന് കുതിർന്ന് നിൽക്കുന്നത് നല്ലതാണ്. ഇനി ഉടനെ എടുത്ത് നട്ടു എന്ന് കരുതി യാതൊരു കുഴപ്പവുമില്ല. ഏറ്റവും ബെസ്റ്റ് ഒരു 1.5 മണിക്കൂറെങ്കിലും അതിനകത്ത് കിടക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഈ പറയുന്ന സംഭവം ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ഈ കട്ട് ചെയ്ത എല്ലാ മുറിപ്പാടുകളിലും സാഫ് എത്തി എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഏകദേശം ഈ ഒരു പീസ്, ഈ പീസിനകത്ത് സാഫ് എത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. എല്ലാ സ്ഥലത്തും സാഫായിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ആ സാഫ് ഇതിലേക്ക് എത്തുന്നതോടുകൂടി ഇത് സേഫായി, ഒന്നും ചിന്തിക്കണ്ട, ഇത് ഓക്കെ. ഇതിനി നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ജസ്റ്റ് എടുത്തു മാറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നടുന്നതിനായി ഉപയോഗിക്കാം. ഒന്ന് ഉണങ്ങിയെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ എത്രയും പെട്ടെന്ന് നട്ടു എന്ന് കരുതി വലിയ പ്രശ്നമില്ല, നമുക്ക് ശതമാനം ഇച്ചിരി കുറയും. അതേസമയം ഒന്ന് ഡ്രൈ ആയി ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊന്നും കൂടെ ശതമാനം കൂടുതൽ കിട്ടും. പിന്നെ ഇത് നടാനായിട്ട് ഉപയോഗിക്കുന്ന മിശ്രിതം കൊക്കോപിറ്റ്, അതായത് നമ്മൾ അതിൻ്റേതായ എല്ലാ ക്ലിയറിങ്ങും കഴിഞ്ഞ കൊക്കോപിറ്റ് എടുത്തിട്ട് അതിൽ നടുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. റൂട്ട് വന്നതിന് ശേഷം മാത്രം വളം ചെയ്ത മണ്ണിലേക്ക് മാറ്റി നടാം. അതുവരെ ഇതേ കൊക്കോപിറ്റിനകത്ത് ജസ്റ്റ് വന്ന് റൂട്ട് വന്ന് അതിലൊരു കിളിർപ്പും വന്നതിന് ശേഷം മാത്രം കൊക്കോപിറ്റിൽ നിന്നും മാറ്റി നടേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ കട്ട് ചെയ്തു വെച്ച കലേഡിയത്തിൻ്റെ കിഴങ്ങുകളെല്ലാം നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഈ കട്ട് ചെയ്ത് വെച്ചത് ഏകദേശം ഡ്രൈ ആവാനും വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. എന്നാൽ ഇത് കട്ട് ചെയ്ത ഭാഗത്ത് ചെറിയൊരു നനവ് പോലെ ഇങ്ങനെ നിൽക്കും. അത് ഫുള്ളായിട്ട് നമുക്ക് ഉണങ്ങത്തില്ല. അത് ഉണങ്ങുന്നത് നമുക്ക് ഈ ഫംഗസൈഡ് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം അത് ഉണങ്ങി കിട്ടാൻ. പിന്നെ കട്ട് ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളത് ഗ്ലൗസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. ഇത്രയും പീസ് ഞാൻ കട്ട് ചെയ്തപ്പോഴേക്കും ഒരു വിധം ചൊറിഞ്ഞ് ഒരു പരുവം ആയിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഇത് കട്ട് ചെയ്യുന്നവരോട് നന്നായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിച്ച് തന്നെ ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇവിടെ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് ഒന്ന് ഇതിനകത്ത് ഫംഗസൈഡ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. സാഫാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ സാഫാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ അപ്ലൈ ചെയ്ത് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മുടെ കിഴങ്ങുകൾക്ക് പരിക്കൊന്നും പറ്റാത്ത വിധം നന്നായിട്ട് കുഴച്ചെടുത്ത് അതിൻ്റെ കളറ് ജസ്റ്റ് ഇതേ ഈ കളർ പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ സാഫിൻ്റെ അതേ കളറിലേക്ക് എത്തുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും സാഫ് എത്തിയിരിക്കണം. ആ രീതിയിൽ വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്ക് ഈ സംഭവം ഇപ്പം ഇത്രയും കട്ട് ചെയ്യുന്നതിനോട് കൂടി ആ ഒരു കിഴങ്ങിൻ്റെ പല ഭാഗങ്ങളും ക്രാക്ക് വന്നിരിക്കുകയാണ്, നമ്മൾ കട്ട് ചെയ്ത ആ മുറിപ്പാട്. അപ്പോൾ അതിലൂടെ ഫംഗസ് അറ്റാക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫംഗസൈഡ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഫംഗസൈഡ് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇച്ചിരി അകലത്തിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കത്രയും പ്രോബ്ലം ഇല്ല. എന്നാലും നമ്മൾ മാസ്ക് നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. മാസ്ക് ഉപയോഗിക്കുക, ഗ്ലൗസ് ഉപയോഗിക്കുക, എന്നിട്ട് വേണം ഇത് ചെയ്യാൻ. മാക്സിമം സുരക്ഷിതത്വം ഇതിൽ ഉറപ്പുവരുത്തണം, എന്നിട്ട് നിങ്ങൾ ചെയ്യാവൂ. കുട്ടികൾ ഉള്ളിടത്ത് വെച്ചിട്ട് ഈ പരിപാടി ചെയ്യരുത്. ഒക്കെ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഇതെല്ലാം ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു പേപ്പറിനകത്തോ വല്ല കോട്ടൺ തുണിക്കകത്തോ വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഒരു 2 ദിവസത്തെ ഉണക്കം കിട്ടുന്നത് അത്രയും നല്ലതാണ്. ആ രീതിയിലൊന്ന് ഉണക്കിയെടുക്കുക. ഒരു കിഴങ്ങിൻ്റെ മുകളിൽ വേറൊരു കിഴങ്ങ് ആവാത്ത രീതിയിൽ അകത്തി വെക്കുക. ഇതിപ്പോൾ ഇത്രയും കൂടുതൽ എടുത്തുകൊണ്ട് മാത്രമാണ് ഇത്രയും കൂടുതൽ വന്നത്. നിങ്ങളെ സാധാരണക്കാരുണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ ഇത്രയും കൂടുതലൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് കൂടുതലുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും വന്നത്. അപ്പോൾ ഈ വീഡിയോ
ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെയാണ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് 2 ദിവസവും കൂടെ വെയിറ്റ് ചെയ്യുക. 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രേക്കകത്തോ അല്ലെങ്കിൽ ചട്ടിക്കകത്തോ ചകിരിച്ചോറ് കൊക്കോപ്പിറ്റ് നിറച്ചതിന് ശേഷം അതിനകത്ത്, അല്ലെങ്കിൽ ജിഫി ഉള്ളവർക്ക് ജിഫിക്കകത്തും ഈ സംഭവം ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ കലേഡിയ നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.